നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഞാൻ മുഖമെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നു, കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബ് 80K ആകാറായി ശുഭേ, അല്ലെങ്കിൽ ഇത്രയായി എന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എനിക്കൊരു പ്ലേ ബട്ടൺ കിട്ടാൻ 100K ആവാറായി എന്ന് പറഞ്ഞ് ഒത്തിരിയും പേരുണ്ട് നമുക്ക് വാട്സപ്പിൽ കേട്ടോ. അപ്പോൾ ഇന്നൊരു 4 മണി 5 മണി ആയപ്പോൾ ഞാനൊരു ചുരിദാർ തയ്ച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ഒരു ചേച്ചി എന്നെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ മിഷ്യൻ്റെ അടുത്ത് തന്നെ ഫോൺ വെച്ചിട്ട് കുറച്ച് പേരോട് വാട്സപ്പിൽ സംസാരിച്ചുകൊണ്ടും കുറച്ച് പേരോട് ഇങ്ങനെ എല്ലാം 2 പണിയും കൂടെ ഒന്നിച്ചാണ് നടക്കുന്നത് കേട്ടോ. ഓയിലിൻ്റെ കാര്യത്തിനുള്ള ഡൗട്ട്സിൻ്റെ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വാട്സപ്പ് വഴി, ഓയിൽ ബുക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഇരുന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് ശുഭേ സബ്സ്ക്രൈബ് ശ്രദ്ധിച്ചോ, 80K ആകാറായെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞാൻ നോക്കിയായിരുന്നു. ഇന്നലെ വൈകുന്നേരം നോക്കിയപ്പോൾ ഒരു 10-250 സബ്സ്ക്രൈബും കൂടെ വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും 2-3 ദിവസം കൂടെ കഴിഞ്ഞ് പോകുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ 80K ആകാറായി കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. വിഷമിച്ചാണെങ്കിലും എന്നെ സ്നേഹിക്കുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇപ്പം 80K ആകാറായിട്ടുണ്ട്. ഇന്ന് രാത്രി കൊണ്ട് അല്ലെങ്കിൽ നാളെ കൊണ്ട് ഉറപ്പായിട്ടും 80K ആകുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഒരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് ഇന്ന് കിടക്കാം കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് കീറുന്നതിന്. എൻ്റെ കാലിലില്ല കേട്ടോ. ഉപ്പൂറ്റി വിണ്ട് കീറുന്നതിന് നമ്മുടെ ഓയിൽ നല്ലതാണോ? അപ്പോൾ ഒരാൾ ഇങ്ങനെ ഇന്നിപ്പം 2-3 പേര് ഓയിലല്ലാതെ വേറെ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം എൻ്റെ ഉള്ള ഓയിൽ ഇല്ലാത്തവർ വെളിച്ചെണ്ണ എടുത്തിട്ട് നല്ലതുപോലെ കിടക്കാൻ നേരം ആകുമ്പോൾ രാത്രിയിൽ കാല് ഇപ്പം കല്ലൊന്നും ഇല്ലല്ലോ ഉരയ്ക്കാനായിട്ട്, പ്യൂമിംഗ് സ്റ്റോൺ വാങ്ങിക്കാൻ കിട്ടും. അതും കയ്യിലില്ലാത്തവർക്ക് നമ്മൾ വെറുതെ ടൈലയിലിട്ടത് ഇങ്ങനെ അതിൻ്റെ 2 സൈഡ് ഉപ്പൂറ്റിയുടെ നല്ലതുപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ ടൈലയിലിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് ഉരസിയിട്ട് നല്ലപോലെ വെള്ളം ഉപ്പി കളഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ എല്ലാവരുടെ വീടുകളിലും കാണുമല്ലോ, കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് നല്ലതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കാലിൻ്റെ പുറത്തും അകത്തും എല്ലാം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒരു സോക്സ്, ഇപ്പം നമുക്കതിനായിട്ട് സോക്സ് ഇല്ലെങ്കിൽ ഹസ്ബൻഡോ മക്കളുടെയോ ഒക്കെ ഷൂ ഇടുന്നവർക്ക് സോക്സ് കാണാതിരിക്കത്തില്ലല്ലോ, 2 സോക്സ് എടുത്ത് കാലിലോട്ട് ഇങ്ങനെ വലിച്ച് കയറ്റിയിട്ടിട്ട് ഉറങ്ങുക കേട്ടോ. അങ്ങനെ ഒരു 10 ദിവസം നിങ്ങൾ ചെയ്ത് നോക്കിക്കേ, നിങ്ങളുടെ വിണ്ട് കീറുന്നത് നന്നായിട്ട് കുറയും. പിന്നെ ഈ ഒരു സീസൺ ആയതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും അങ്ങനെ ചോദിക്കുന്നതെന്ന് മനസ്സിലായി. കാരണം ഈ ഒരു സീസണിലാണ് ഏറ്റവും കൂടുതൽ വിണ്ട് കീറൽ ഉണ്ടാവുക. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാവോ? നിങ്ങൾക്ക് കിച്ചണിൽ തന്നെ എടുക്കാൻ പറ്റിയ നല്ല ഒരു നിങ്ങൾക്ക് നന്നായിട്ട് കിച്ചണിൽ സുലഭമായിട്ട് കിട്ടുന്ന തക്കാളിക്കുട്ടനെയാണ്. തക്കാളി മാത്രം മതി. നിങ്ങൾക്ക് എന്നും നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒന്ന് ഇട്ട് മസാജ് ചെയ്ത് നിറയെ ആൻറ്റി ഓക്സിഡൻസുകളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. നിറയെ ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റാൻ, നമ്മുടെ സ്കിന്നിന് ഗ്ലോ വരാൻ, നമ്മുടെ സ്കിന്നിന് കൊളാജൻ കൂട്ടാൻ, നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കാൻ, നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങി ഒരു സാഗിങ് നല്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തൂങ്ങൽ വരും. നമ്മുടെ താടിയുടെ ഇവിടെ, നമ്മുടെ കവള് ഒക്കെ ഇങ്ങനെ ഒരു അയഞ്ഞു തൂങ്ങി വരും. അതെന്തുകൊണ്ടാണ്? നമുക്ക് പ്രായമായി എന്നറിയിച്ച് നമുക്ക് ചുളിവുകൾ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ തടയാൻ ഏറ്റവും നല്ലതാണ് ഈ തക്കാളി. അപ്പോൾ തക്കാളി എടുക്കുക, ഇങ്ങനെ നടുവേ ഇങ്ങനെ മുറിക്കുക. ഈ തക്കാളിയുടെ അകത്ത് കുറച്ച് പഞ്ചസാര തരി ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതും കൊണ്ട് നല്ലപോലെ മസാജ് ചെയ്യുവാണ്. എന്താണ് ഞാൻ മുൻപേ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സ്ക്രബിങ് ഇതാകും. ബ്ലാക്ക് ഹെഡ്സ് പോകാൻ, വൈറ്റ് ഹെഡ്സ് പോകാൻ, കറുത്ത പാടുകൾ പോകാൻ, ബ്ലാക്ക് സ്പോട്ട് ഇങ്ങനെ ചെറിയ കറുത്ത കുരുക്കൾ വരുന്നവർക്ക്
നല്ലതാണ് മാറാൻ വേണ്ടി. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ആ പഞ്ചസാര കൊണ്ട് ആദ്യം നല്ലപോലെ റബ്ബ് ചെയ്യുക. മൂക്കിൻ്റെ സൈഡ് ഒക്കെ നെറ്റിയൊക്കെ നല്ലപോലെ റബ്ബ് ചെയ്തിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് പിന്നെ ഇതിനകത്തോട്ട് ഇച്ചിരി കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കാപ്പിപ്പൊടിയും കൂടി ഇട്ടൊന്ന് മസാജ് ചെയ്ത് അവിടെ അങ്ങ് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് അതങ്ങ് വാഷ് ചെയ്ത് കളയുവാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇവിടെ എല്ലാം ഒത്തിരി ഡ്രൈനെസ്, പിന്നെ ഇപ്പം നമ്മുടെ ഓയിൽ കൊണ്ടുപോയി എല്ലാവരും സുന്ദരികളായും ഗ്ലോ ഒക്കെ ആയിട്ട് ഇരിക്കുവാന്ന് എനിക്കറിയാം. എന്നാലും ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്നറിയുമോ, ഇത് മുഖത്തിന് ഗ്ലോ കൂട്ടുന്നു. നമുക്ക് സൗന്ദര്യം എന്ന് പറയുന്നത് എന്തൊക്കെ ചെയ്ത് കൊടുത്താലും പെണ്ണുങ്ങളുടെ മുഖം എത്രയോ ചേച്ചിമാർ, എത്രയോ അനിയത്തിമാർ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ ഓയിൽ കൊണ്ടുപോയിട്ട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു, ശുഭേ നല്ല നല്ല ഒരു വെളിയിലോട്ടൊക്കെ ഇറങ്ങാനായിട്ട് ഇപ്പം ഭയങ്കര സന്തോഷമാണ്. കാര്യം മൂക്കിൻ്റെ സൈഡിലെ കറുപ്പ് മാറി, ചുണ്ടിൻ്റെ സൈഡിലെ കറുപ്പ് മാറി, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറി, നെറ്റിയിലെ വരകൾ മാറി, റിങ്കിൾസ് മാറി. ഇതൊക്കെ എൻ്റെ ഓയിൽ കൊണ്ടുപോയി തേച്ചവർ എൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഓയിലിൻ്റെ കൂടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡെഡ് സെൽസൊക്കെ ഒന്ന് പോവാനും ബ്ലാക്ക് ഹെഡ്സൊക്കെ ഒന്ന് പോവാനും മുഖത്തിനെ ഒന്ന് നല്ല ഗ്ലോ ആക്കാനും അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓയിൽ തേക്കുന്നവർക്ക് നമ്മുടെ അലോവേര, വൈറ്റമിൻ ഇ ഓയിൽ വേണ്ട, വൈറ്റമിൻ ഇ ഓയിൽ നമ്മുടെ ഓയിലിനകത്തുണ്ടല്ലോ. ഓയിൽ കൊണ്ടുപോകാത്തവർ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സീസണിലെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഒരു സീസണിൽ നമ്മൾ അലോവേര എടുക്കുക, അലോവേരയ്ക്കകത്തോട്ട് ഒരു വൈറ്റമിൻ ഇ പൊട്ടിച്ചൊഴിക്കുക, നല്ലപോലെ മസാജ് ചെയ്യുക. അതൊക്കെ മതി നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ആക്കാനായിട്ട്. ഗ്ലോ ആക്കി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സ്കിന്നിലെ ഡ്രൈനെസ് മാറും. ആ വരണ്ട ചർമ്മത്തെ ഓടിച്ചു വിടുമ്പോൾ തന്നെ അവിടെ ചുളിവുകൾ ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നനപ്പ് കൊടുത്തുകൊണ്ടിരിക്കണം, ഒരു നറിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഒത്തിരിയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തക്കാളി ഇങ്ങനെ എടുക്കുക, തക്കാളിക്ക് ഇങ്ങനെ ഇടയ്ക്കൊരു കുത്ത് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ചെറിയ തക്കാളി നോക്കിയെടുത്തത് കൊണ്ട് 2 കൈയിലും ഓരോ പീസ് വെച്ചിട്ട് ഞാനങ്ങ് മസാജ് ചെയ്യാൻ പോവാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ സ്കിന്നാകും, പെട്ടെന്നൊരു തണുപ്പും ചൂടും എല്ലാം കൂടെ വരുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആ തണുപ്പ് ഫ്രിഡ്ജിലിരുന്ന സാധനമാണ്. അപ്പം ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ രാവിലെ ഞാൻ ഓയിലൊക്കെ തേച്ച് നല്ലതായിട്ട് കുളിച്ചതാണ്. അപ്പോൾ ഇന്നിപ്പം ഞാൻ കുളിക്കുന്നില്ല, തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പോലെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് കൊടുത്ത്, തണുപ്പിൻ്റെ കേട്ടോ ഭയങ്കര തണുപ്പായിപ്പോയി. നേരത്തെ എടുത്ത് വെളിയിൽ വെക്കാൻ മറന്നുപോയി, ഓരോരോ ജോലികളായിരുന്നു. ഇനി ഞാനൊരു ചുരിദാർ തയ്ച്ചു, ഇരുന്ന ഇരിപ്പിൽ അങ്ങ് തയ്ച്ചിട്ടാണ് എഴുന്നേറ്റെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൺഡേ ആണ്. ഇന്നൊരു ചേച്ചി തിരുവല്ലായിന്ന് വിളിച്ചായിരുന്നു ഫേഷ്യൽ. അപ്പോൾ ഞാനിതുപോലെ പറഞ്ഞു, അങ്ങനെ അതുകൊണ്ട് വന്നില്ല. ഒത്തിരിയും ദിവസമായി എനിക്ക് എത്ര ചുരിദാറാണെന്നറിയാം തയ്ക്കാനിരിക്കുന്നത്. വെളിയിൽ കൊടുക്കാനാണെങ്കിലും ഒന്ന് പോകാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ ഇരുന്ന് തന്നെ അങ്ങ് തയ്ക്കാമെന്ന് വിചാരിച്ചു. 2ാമത്തെ മുറിയായത് കേട്ടോ, 2 പീസാക്കി ഞാൻ എടുത്ത ആ ഒരു ഇതാകട്ടോ. ഇത് കണ്ടോ, നല്ല പൾപ്പാണ് ഇതിനകത്ത് കേട്ടോ. ആ പൾപ്പ് നമ്മൾ കണ്ണിനടിയിലത്തെ കറുപ്പ് വരാതിരിക്കാനും വന്നവർക്ക് മാറാനും ഒക്കെ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് വേണം കവളയിലോട്ട് നല്ലപോലെ തേച്ച് കൊടുക്കാൻ. പിന്നെ ഈ ചെറിയ ചെറിയ കറുത്ത പാടുകളും ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു തക്കാളി മാത്രം മതി ശരിക്കും. തക്കാളി ഇട്ട് ഇങ്ങനെ നമുക്ക് എത്ര ദിവസമാണോ അത്രയും ദിവസം, 5 ദിവസം 7 ദിവസം ഒക്കെ ഇത് തേച്ച് കൊടുക്കാൻ നമ്മുടെ സ്കിന്നിൽ കേട്ടോ. മൂക്കിൻ്റെ 2 സൈഡിൽ മൂക്കിൻ്റെ ഈ നടുക്ക്, കണ്ണട വെക്കുന്നിടത്ത്, കണ്ണിൻ്റെ അടി കറുപ്പുള്ളവർക്ക് കണ്ണിൻ്റെ പുറത്തും എല്ലാം തേച്ച് കൊടുക്കാം. ഏറ്റവും നല്ല സ്കിന്നിനൊരു ഗ്ലോ വരാനും, സ്കിന്നിനെ നല്ല കറുപ്പൊക്കെ മാറാനും, നല്ല നിറമൊക്കെ ഉള്ളവർക്ക് നല്ല കളർ വരാനും ഒക്കെ നല്ലതാണ് കേട്ടോ. പൾപ്പ് മുഴുവൻ ഇങ്ങനെ പോന്ന് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ, അതുവരെയും ഒന്ന് നന്നായിട്ട് തേച്ച് മസാജ് കൊടുക്കുക കേട്ടോ.
നമുക്ക് ആ പൾപ്പ് ഫുള്ള് തീരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുവരെ ഒന്ന് തേച്ച് കൊടുത്ത് അതിൻ്റെ പൾപ്പ് മുഴുവനും നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആകുന്നിടം വരെ ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റ് തേച്ച് കൊടുത്താലേ ഈ ടൊമാറ്റോ നന്നായിട്ട് ഇതിൻ്റെ പൾപ്പ് മുഴുവൻ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകത്തുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് തേച്ച് വെച്ചിട്ട് അവിടെ വെച്ചേക്കാം എന്ന് കരുതണ്ട. ഒരു 10-15 മിനിറ്റ് ഒന്ന് തേച്ച് മസാജ് ചെയ്യുക. മതി. അപ്പം എല്ലാം ഫുള്ള് ഇതിനകത്തെ പൾപ്പെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പം നമ്മുടെ സ്കിന്നിൽ ഇനിയിപ്പം ഇത് തേച്ചിട്ട് കഴുകുന്നത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. 8 മണിക്ക് ഞാൻ ലൈവ് വരും. അപ്പോൾ എന്തെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവർ എന്തെങ്കിലുമൊക്കെ ഓയിലിൻ്റെ ഡൗട്ട്സുകളോ എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടി ടിപ്സുകളോ ഒക്കെ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാം കേട്ടോ. 8 മണിയാകുമ്പോൾ ഇന്ന് ലൈവ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുടച്ച് മാറ്റിക്കളയും. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസറോ അലോവേരയോ ഗ്ലിസറിനോ ഒന്നും തേച്ച് കൊടുക്കണ്ട കേട്ടോ. ഇത് നല്ലൊരു മോയ്സ്ചറൈസറും കൂടെയാണ് നമ്മുടെ തക്കാളി. വെറുതെ വെള്ളം ഒഴിച്ചിങ്ങനെ ഒന്ന് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ഈ സീസണിൽ നമ്മൾ തക്കാളി കൊണ്ടുള്ള ഈ ഒരു പ്രയോഗം സൂപ്പറാണ്. അടുപ്പിച്ച് നമുക്ക് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ചെയ്യുകയും ചെയ്യാം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക. ഫുൾ ഒരു 20 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കുക. വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ബൈ. 8 മണിയാകുമ്പോൾ എല്ലാവരും വരണേ.